ഗുരുദർശന വിചാര കേന്ദ്രത്തിലെ ആത്മോപദേശ ശതക മാസാചരണത്തിൻ്റെ 12ാം ദിവസമായ ഇന്നത്തെ വായന ആരംഭിക്കുകയാണ്. പ്രിയ സഖാത്വമുള്ളവർക്കെല്ലാം വായനയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ആത്മോപദേശ ശതകം അന്തര്യാമിയായിരിക്കുന്ന മനുഷ്യൻ്റെ കൽപ്പനകളെ ഉണർത്തിക്കൊണ്ടുവന്ന് ആ മനുഷ്യനെ മനുഷ്യനാക്കുന്ന വേദാന്ത ശാസ്ത്ര കൃതിയാണ്. അതിൻ്റെ 57ാമത് ഖണ്ഡത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രദ്ധിച്ചാൽ അലേറുമാഴിയും ഉണ്ടനന്തമായ കലയിത് കല്യേനാധികാര്യമാകും സലിലരസാദി ശരീരമേന്തി നാമാനാ ഉലഗുരുവായി നിന്നിടുന്നു. എത്ര മനോഹരമായിരിക്കുന്നു. അനന്തമായ കല ഇത്, അനന്തമായ കല ഇത്, കലയിത് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നവനവ ഇന്നലെ ഇന്ന് നാളെ മറ്റേ ദിവസം അതിങ്ങനെ ചിന്ത ചെയ്തിടാതെ, അതുകൊണ്ട് ആ കല അതിലുള്ളത് കൊണ്ട് ചിന്ത ചെയ്തിടാതെ അവിരതമെണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമമൊടു ഭേദവുമില്ലറിഞ്ഞിടണം. ഇന്ന് നാളെ മറ്റേ ദിവസം ഒന്നും ചിന്തിക്കണ്ട. ഈ നിമിഷങ്ങളിൽ സത്യാത്മകമായി വിവേകാത്മകമായി ജീവിക്കാനുള്ള കെൽപ്പ് നേടുമോ? അതാണ് ആത്മോപദേശ ശതകം. ആ കെൽപ്പിനുള്ള ഉപാധിയാണ് ഗുരുവരുൾ. കേൾക്കൂ. അറിവിനെ വിട്ടധ ഞാനുമില്ല, എന്നെ പിരിയുകില്ലറിവും പ്രകാശമാത്രം. അറിവൊരിക്കലും പിരിയുന്നില്ല. പിന്നെയോ അറിവറിയുന്നവനെന്നു രണ്ടുമോർത്താൽ ഒരു പൊരുളാമതിലില്ല വാദമേതും. അറിവും അറിയുന്നവനും രണ്ടുമോർത്താൽ ഒരു പൊരുളാമതിനില്ല വാദമേതും. അറിവും അറിയുന്നവനും രണ്ടല്ല എന്ന് മനസ്സിലാക്കിയാൽ അവിടെ തർക്കമില്ല, പരസ്പര ദ്വന്ദ്വമില്ല. ഏകാത്മകമായ ഒന്നിലേക്ക് നാം നമ്മുടെ അന്തര്യാമിയെ കൊണ്ടുപോകും. അവിടെ മനുഷ്യൻ മനുഷ്യനാകും. ഇതാ വീണ്ടും പറയണു, എന്താണ്? അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയുമിതിൻ പരമാർത്ഥമോർത്തിടാതെ പറകിലുമ അപ്പതത്വമെന്ന പോലറിയുന്നവൻ അന്യനാകുകയില്ല. എന്താ പറഞ്ഞത്? അറിയുന്നവൻ അന്യമാകുകയില്ല. എന്ത് തത്വം? എന്തറിഞ്ഞാൽ അറിവിനെയും മമതയ്ക്ക് അധീനമാക്കി പറയുമിതിൽ പരമാർത്ഥം. ഇതിലെ പരമാർത്ഥം അറിയണം. അത് ഓർത്തിടാതെ പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് വെളിവിഷയം വിലസുന്നു വേറുവേറായ അളവിടും ഇന്ദ്രിയമാർന്നു തൻ്റെ ധർമ്മം. ജലതൈ ഇതിങ്ങ ദിഗംബരാദി നാമാവലിയോടു ഉയർന്നറിവായി മാറിടുന്നു. വെളിവിഷയം വിലസുന്നു വേറായിട്ടൊക്കെയാണ്. അളവിതും ഇന്ദ്രിയമാർന്നു തൻ്റെ ധർമ്മം.
വേറെ വേറെയായി ഇന്ദ്രിയമാർന്ന് തൻ്റെ ധർമ്മം നിർവഹിക്കുകയാണ്. ആരാണ്? അറിവ്. അവിടെ നാമാവലിയോട് ഉയർന്ന അറിവായി മാറിയിടുന്നു. വലിയ ഉയർന്ന അറിവായി ആ ധർമ്മം മാറിടും. അത് മനുഷ്യന്റെ ധാർമ്മിക വൃത്തിയാണ്. സ്വാഭാവികമായും മനുഷ്യനുണ്ടാവുന്ന ആ ധാർമ്മിക വൃത്തി തുടരുക എന്നത് മനുഷ്യൻ ഇന്ന് ചെയ്യാത്തതാണ്. നാം ഏർപ്പെടുന്ന ഏതൊരു മേഖലയിലും ധർമ്മം ഉണ്ടാവണം, ധാർമ്മിക വൃത്തി ഉണ്ടാവണം. ഇത് മനോവൃത്തിക്കും, ഇത് ആത്മവൃത്തിക്കും, ഹൃദയവൃത്തിക്കും, ശരീരവൃത്തിക്കും കാരണമാകും. അപ്പോൾ നാവിൽ നിന്ന് വരുന്നത് വാക്വൃത്തിയായി മാറും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വൃത്തിയുള്ള വാക്ക് നാവിൽ നിന്ന് വരാൻ ആത്മോപദേശ ശതക പാരായണം നമ്മെ സഹായിക്കും. നാരായണായ നമ. മഹാഗുരു പറയണു, നാരായണായ നമ, നാരായണായ നമ. വാക്വൃത്തി ഉണ്ടാവണം, വൃത്തിയുള്ള വാക്ക് വരണം. നാവിൽ നിന്ന് വൃത്തിയില്ലാത്ത വാക്ക് വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം യാത്ര പറയുന്നു. നിങ്ങളുടെ സ്വന്തം കൊടുവഴങ്ങ ബാലകൃഷ്ണൻ മാസ്റ്റർ. നന്ദി, നന്ദി, നമസ്കാരം, ശുഭം.